പോംപോമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഈസി ആയിട്ട് എങ്ങനെയാണ് പോംപോം മേക്ക് ചെയ്യുക എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഇനി എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഞാനൊരു ചെറിയ പീസ് സ്ട്രോ ബോർഡ് എടുത്തിട്ടുണ്ട്. അത് 2 ഇഞ്ചസ് ഡയമീറ്ററിൽ 2 സർക്കിൾ ചെയ്യണം. 2 സർക്കിൾ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത ശേഷം മിഡിലിൽ ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്. പോംപോം ചെയ്യാൻ ഞാനൊരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു 20 ഇഞ്ചസ് ലെങ്ത്തിൽ ഇത് സിംഗിൾ കളറായിട്ടും ചെയ്യാം, ഡബിൾ കളറായിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഡബിൾ കളറായിട്ടാണ് ചെയ്യുന്നത്. ഒരു 20 ഇഞ്ചസ് ലെങ്ത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. അത് ഫോൾഡ് ചെയ്തിട്ട് ഒരു ഈസി മെത്തേഡാണിത്. നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഇതേപോലെ ഇങ്ങനെ ചെയ്യാം. താഴത്തെ ഭാഗം ഇങ്ങനെ എന്നിട്ട് ഒരു 50 ടൈംസ് ഇത് 4 ഫിംഗറിന് ചുറ്റും ചുറ്റുക. ഇത് 50 ആയിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി ഇത് ഈ 2 ഫിംഗറിൻ്റെ ഉള്ളിലോട്ട് എടുക്കുക. ഇതേപോലെ. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഇനി ഇത് സാവധാനത്തിൽ വിരലിൽ നിന്ന് അഴിച്ചെടുക്കുക. ടൈ ചെയ്തതിന് ശേഷം ഒരിക്കൽ കൂടി ടൈ ചെയ്യുക. ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇതേപോലെയാണല്ലോ ഉണ്ടാവുക. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു വൈറ്റും റെഡും ബാക്കിലേക്ക് വെക്കുക. ബാക്ക് പോയി അതേപോലെ തന്നെ ഈ ഭാഗത്തിൽ ഒരു വൈറ്റും റെഡും ബാക്കിലേക്ക്. ഇത് ഫ്രണ്ടിൽ, ഇത് ബാക്കിൽ. എന്നിട്ട് ഇവിടെയും ഇതേപോലെ ടൈ ചെയ്യുക. ഇനി കട്ട് ചെയ്യണം.
ഇനി മറ്റേ സൈഡ്. അപ്പോൾ ഈ നമ്മൾ വെച്ച കോഡ് കട്ട് ചെയ്ത് പോറ്. ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ക്രോഷ്യോ നീഡിലിനെ കൊണ്ട് ഇത് ഹോൾസിലോട്ട് വലിച്ചെടുക്കുക. ഇത് കണ്ടോ, ഇതേപോലെ വലിച്ചെടുക്കുക. ഇനി ഓപ്പോസിറ്റ് സൈഡും അതേപോലെ ചെയ്യുക. ഇത് കണ്ടില്ലേ, ഇതേപോലെ ബാക്ക് സൈഡിലും ഇതിലോട്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ടൈറ്റായിട്ട് നിൽക്കും, ഇതിൽ നിന്ന് ഇളകി വരികയില്ല. ഇതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇത് ഒരേ ലെവലിലായിരിക്കും, ഒരേ ലെവലിൽ. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഒരു ഭാഗം അധികവും ഒരു ഭാഗം കുറവൊന്നും വരികയില്ല, രണ്ടും ഇതേപോലെ. ഇനി കട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മറന്നു പോകരുത്. ഷെയർ ചെയ്തില്ലെങ്കിലും വളരെ നന്നായിരുന്നു. നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെ നന്നായിരുന്നു. ഇനി ഇത് എടുത്ത് കളയാം. ഇതെടുത്ത് ഇനി ഇതിൻ്റെ മിഡിലിലോട്ട് ഇനി ആദ്യം ഇത് റൗണ്ട് ചെയ്യണം. ഇതേപോലെ ഇങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ഒന്നുകൂടി ഈ ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്യണം. എന്നാൽ നല്ല വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈ ബോർഡ് വെച്ചിട്ടില്ലെങ്കിൽ ലെവലിൽ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാധിക്കും, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് എത്ര ആദ്യമായിട്ട് ചെയ്യുന്നവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഈ ബോർഡ് കട്ട് ചെയ്ത് പോകാതെ അതിന് ചുറ്റും അതിൻ്റെ സൈഡിലോട്ട് കട്ട് ചെയ്താൽ മതി. ഇനി ബോർഡ് പിന്നെയും ഇതേപോലെ തന്നെ ഇതിൻ്റെ മിഡിൽ നോക്കിയിട്ട് വെക്കുക. ഇത് കണ്ടില്ലേ, കുറച്ച് ബാക്കി വരും. അതേപോലെ ഈ സൈഡിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് നോക്കണം. ഇത് രണ്ടും ഒരേ ലെവലിൽ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനോട്ട് ത്രെഡ് പോകുന്നില്ലല്ലോ. ത്രെഡ് ഇല്ലാത്തതുകൊണ്ട് ചില സമയം നീങ്ങിപ്പോകാൻ വഴിയുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് അറിയും ഇതേപോലെ രണ്ടും ഒരേ ലെവലിലാണെന്ന്. എന്നിട്ട് കട്ട് ചെയ്യാൻ തുടങ്ങാം. ബാക്കി ഇത് കട്ട് ചെയ്ത് പോലെ ഇത് അടിയിലേക്ക് വെക്കുക. ലാസ്റ്റ് വീഡിയോയിൽ ക്രോഷ്യോ ബോണറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഈ വീഡിയോ എടുക്കാനിടയായത്. അറിയാത്ത പുതിയ ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ വുള്ളൻ ബോണറ്റിനും പിന്നെ സോക്സിനും ബൂട്ടീസിനും എല്ലാം ഈ പോംപോം വെച്ച് കൊടുക്കാൻ പറ്റും. ബൂട്ടീസ് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്ജിൽ പോംപോം, ചെറിയ പോംപോം വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് വേണ്ട, ഇത് രണ്ട് സൈഡിലും വെച്ചത് നീങ്ങിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഭാഗത്തത് വിട്ടിട്ട് മറ്റേത്
ലെവലിൽ കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ ലെവലിൽ തന്നെ ഒന്ന് മാത്രം മതി. പോംപോം റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയും നല്ല നല്ല വീഡിയോസുമായി ഞാൻ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.